ഇന്നലെ അപകടത്തിൽപ്പെട്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനായിരിക്കുമല്ലോ ആംബുലൻസ് ഡ്രൈവർമാർ ശ്രമിക്കുക. അതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇത്രയും അധികം ആളുകൾക്ക് പരിക്കേറ്റൊരു അപകടമാണ്. അവിടെ ആ സമയത്ത് ആംബുലൻസ് കടന്നു പോകാൻ വേണ്ടിയിട്ട് അവിടെ ടോളിൻ്റെ അവിടെ എത്തിയ സമയത്ത് തടസ്സമുണ്ടായി എന്ന് കേൾക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് സോണൽ? ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ അപകടം നടന്ന സമയത്ത് കൃത്യമായിട്ട് ആംബുലൻസുകളും മറ്റും ഈ കുറ്റിപ്പുറത്ത് നിന്നും അതുപോലെ തന്നെ വളാഞ്ചേരിയിൽ നിന്നെല്ലാം തന്നെ എത്തിയിരുന്നു. ആ സമയത്ത് രോഗികളുമായി പോയ ആംബുലൻസ് വിദഗ്ധ ചികിത്സ വേണ്ട, അതായത് സ്പൈനൽ ഇഞ്ചുറി, ഹെഡ് ഇഞ്ചുറി ഒക്കെ ആയിട്ടുള്ള രോഗികളുമായി പോയ ആംബുലൻസിൽ ആദ്യം പോയ വാഹനം ഈ ടോൾ പ്ലാസയിൽ എത്തിയപ്പോൾ ബ്ലോക്ക് നേരിടുന്ന സാഹചര്യമുണ്ടായി. അപ്പം തന്നെ ഈ ടോൾ പ്ലാസ അധികാരികളോട് പറയുന്നുണ്ട്, പുറകെ ഒരുപാട് ആംബുലൻസുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് ഒരു ട്രാക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒഴിച്ചിടണം എന്ന് ഈ അധികാരികൾക്ക് മുമ്പാകെ പറയുന്നുണ്ട്. സാധാരണ നമ്മൾ ഇന്നലെ അവിടെ ആ സ്പോട്ടിൽ ചെന്ന് ലൈവ് ചെയ്യുമ്പോൾ കണ്ടതാണ് ഒരു ആംബുലൻസ്, ഒരു മിനി ഒമിനി വാനിൽ ആംബുലൻസ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ള ചെറിയ ഒമിനി വാൻ ആ സമയത്ത് എത്തിയ സമയത്ത് അവിടെ ബ്ലോക്കിൽ കുടുങ്ങുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ട് ആ അധികാരികൾ ഉൾപ്പെടെ ഇടപെട്ട് ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പാകത്ത് ആ സൈഡിലൂടെ ഒരു വഴിയുണ്ട്, അതിലൂടെയാണ് ഇന്നലെ ആംബുലൻസ് കടന്നു പോയത്. അതാണെങ്കിൽ ഇന്റർലോക്ക് ചെയ്ത് കുണ്ടും കുഴിയുമായിട്ടുള്ള ഒരു പാതയാണ്. ഒരിക്കലും സ്പൈനൽ അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി ആയിട്ടുള്ള ഒരാളുമായി പോകുമ്പോൾ അതിലൂടെ പോകുന്നത് ശാശ്വതമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്നലെ അതിലൂടെ ആ ആംബുലൻസിന് പോകേണ്ട സാഹചര്യമുണ്ടായി. അത് കൃത്യമായിട്ടുള്ള തെളിവാണ്. ഇന്നലെ സംഭവിച്ചത് അത് തന്നെയാണ്. വലിയ ആംബുലൻസുകളൊക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ മിനിറ്റുകളോളം ആ ബ്ലോക്കിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അതിൽ കൃത്യമായൊരു ഇടപെടൽ വേണം എന്നുള്ളത് തന്നെയാണ് ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ഒരു ജീവൻ പോലും ആ സാഹചര്യത്തിൽ കൈവിടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നവർക്കൊക്കെ ഒരു മിനിമം ബോധവും കോമൺ സെൻസും ഒക്കെ ഉണ്ടാകുന്നത് നന്നായിരിക്കും. ഇതേപോലെ വലിയ അപകടത്തിൽപ്പെട്ടിട്ട് ആംബുലൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ആ സമയത്ത് ആംബുലൻസിനെ വരിയിൽ നിർത്താതെ അവർക്ക് വേണ്ടിയിട്ടൊരു ട്രാക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ട് ചെയ്യേണ്ട ജോലി. ആ പണി ചെയ്യാതെ നാട്ടുകാരായിട്ട് തർക്കിച്ച് കഴിഞ്ഞാൽ മലപ്പുറമാണ്, അറിയാമല്ലോ, നമ്മുടെ നാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ആവശ്യമില്ലാതെ നിങ്ങൾക്കെതിരെ തിരിയുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ടോൾ പ്ലാസയിലുള്ള ജീവനക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, അത് വെട്ടിച്ചില മാത്രമല്ല കേരളത്തിലുടനീളം ഇതേപോലെ ആംബുലൻസുകൾക്ക് കടന്നു പോകാനുള്ളൊരു ട്രാക്ക് എപ്പോഴും കൃത്യമായിട്ട് നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഏത് നിമിഷവും അപകടമുണ്ടാവാം. ഒരു പ്രേക്ഷകൻ ഇപ്പോൾ പറയുന്നു, അപകടം പറ്റിയത് ബസ്സിൻ്റെ ടയർ കണ്ടീഷൻ മോശമായതും മഴവെള്ളം കൂടി ആയപ്പോൾ ഗ്രിപ്പ് കിട്ടിയില്ല, അതിന് ടോൾ പ്ലാസ എന്ന് വിളിച്ചു. എൻ്റെ പൊന്നു ചങ്ങാതി, അങ്ങനെയല്ല. അവരെ കൊണ്ടുപോയ ആംബുലൻസിന് അവിടെ ക്യൂയിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അതുണ്ടാവാൻ പാടില്ലല്ലോ. അങ്ങനെയല്ല നമ്മുടെ ടോൾ പ്ലാസകൾ ക്രമീകരിച്ചിരിക്കുന്നത്.